ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 13-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് 2 വർഷം ആയി. 2 വർഷം കൊണ്ട് അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിൻ്റെ അടുത്തവരെത്തി. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ആ ദേശം പോയി ഉറ്റുനോക്കി അവിടുത്തെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വരുവാൻ നീ ഇസ്രായേൽ ഗോത്രം 12-ലെയും ഓരോ പുരുഷന്മാരെ വിളിച്ച് 12 പേരെ അയക്കാൻ പറഞ്ഞു. മോശ അപ്രകാരം 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ അവിടെ അയച്ചു. ഒരു 12 പേരും പോയി ആ ദേശം അവർ ഉറ്റുനോക്കി. അതിമനോഹരമായ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം. അവരതെല്ലാം കണ്ട് മനസ്സിലാക്കി വളരെ സന്തോഷിച്ചു. എന്നാൽ അവർക്ക് മനസ്സിലായി അവിടെ പ്രവേശിക്കുക പ്രയാസമാണ്. കാരണം അവിടെയുള്ള ആളുകൾ വലിയ മല്ലന്മാരും വലിയ ശരീരപുഷ്ടിയുള്ള വലിയ മനുഷ്യരാണ്. അവരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് അവർ അതിൽ ഭൂരിപക്ഷം ആളുകളും വളരെ നിരാശയോടുകൂടി അവർ മടങ്ങുകയാണ്. അവിടെ നിന്ന് ഒരു മുന്തിരിക്കൊല കൊണ്ടുവന്നത് 2 പേർ തോളിൽ ചുമന്നുകൊണ്ടാണ്. ഒറ്റ മുന്തിരിക്കൊല 2 പേർക്ക് ചുമക്കുവാൻ തക്കവണ്ണം വലിയ മുന്തിരിക്കൊലയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദേശത്തിൻ്റെ ഫലഭൂയിഷ്ടം എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത്രമാത്രം സമൃദ്ധവും സന്തോഷവും നൽകുന്നതായ ദേശമാണ് ദൈവം വാഗ്ദത്തം ചെയ്തത്. പക്ഷെ ആ ദേശത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയ നിരാശ അവരെ ബാധിച്ചു. അവർ മടങ്ങി വന്ന് മോശയോട് പറഞ്ഞു, ആ ദേശം നല്ലതാണ്, പക്ഷെ നമുക്കത് ലഭിക്കുക പ്രയാസമാണ് എന്നുള്ള വലിയ നിരാശയിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് 2 പേര് നമ്മൾ വായിക്കുന്നു, യോശുവായും കാലേബും. അവർ പറഞ്ഞു, നമുക്ക് ആ ദേശം സ്വന്തമാക്കാൻ പറ്റും. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം ദൈവം നമ്മളെ നടത്തിയ നാൾ മുതൽ അസാധ്യമായതിനെയൊക്കെ സാധ്യമാക്കി തന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ചെങ്കടലിനെ ഭാഗിച്ചവൻ, വെള്ളമില്ലാത്തതിനടുത്ത് പാറയിൽ നിന്ന് വെള്ളത്തെ നമുക്ക് തന്നവൻ, മന്നായും കാടപ്പക്ഷിയും നമുക്ക് തന്നവൻ. അങ്ങനെ അത്ഭുതകരമായി ദൈവം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി നമ്മളോട് കൂടെ നടക്കുന്നു. ആ ദൈവത്തിന് അസാധ്യമായതായിട്ടൊന്നുമില്ല. ദൈവം കൂടെ നമുക്കുള്ളത് കൊണ്ട് നമുക്കതിനെ കീഴടക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ നമുക്കറിയാം, ആ ഇസ്രായേൽ ജനത്തിൽ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ യഹൂദ സമൂഹത്തിലുണ്ട്. അവരൊക്കെ ഭൂരിപക്ഷം 10 പേര് പറഞ്ഞതിനോടാണ് യോജിച്ചത്. പലപ്പോഴും അങ്ങനെയാണ് നമ്മളും. കൂടുതൽ ആളുകളും ഭൂരിപക്ഷത്തിൻ്റെ ആ വാക്കുകൾക്കാണ് എപ്പോഴും വില കൽപ്പിക്കുക. യോശുവായും കാലേബും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞെങ്കിലും അതിനെ സ്വീകരിക്കാൻ അവരാരും അവിടെ തയ്യാറാവുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഭൂരിപക്ഷം അഭിപ്രായം പലപ്പോഴും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. കാരണം യേശുക്രിസ്തു പറഞ്ഞു, നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി, ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതും ചെറിയതുമാണ്. അതിലൂടെ യാത്ര ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. അതിലൂടെ യാത്ര ചെയ്യുന്നവർ അധികമാണ്. ജീവനിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. മറ്റേ വഴിയിലാണ് കൂടുതൽ ആളുകളും. പലപ്പോഴും ഭൂരിപക്ഷത്തെ നമ്മൾ അധികരിച്ച്, ബൈബിൾ പറയുന്ന പോലെ ഭൂരിപക്ഷത്തെ അധികരിച്ച് പാപം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് മാത്രം എന്താണ്? നോഹയുടെ കാലം ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ. സകല ജനങ്ങളും പാപം ചെയ്യുമ്പോൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരും പാപം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം മാറി നിന്നു. നോഹ, അവന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവൻ ദൈവത്തോടൊപ്പം നടന്നു എന്ന് വരെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോടൊപ്പം മാറി നിന്ന ആ ഒറ്റ മനുഷ്യനെ കൊണ്ടാണ് പിന്നീട് മനുഷ്യ സമൂഹം ലോകത്ത് ശേഷിപ്പുണ്ടാകാൻ കാരണമായി തീർന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഭൂരിപക്ഷം ആണോ ന്യൂനപക്ഷമാണോ എന്നതിനേക്കാൾ ഉപരി വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതായ ആദ്യ ക്രൈസ്തവ ആ സമൂഹത്തിൽ എത്ര പേരുണ്ടായിരുന്നു?
12 ശിഷ്യന്മാരെ വിളിച്ചതിൽ ഒരുവൻ ഒറ്റുകാരനായിപ്പോയി. പിന്നെ ബാക്കിയുണ്ടായിരുന്ന 11 പേരാണ്. വളരെ ചെറിയൊരു സമൂഹമായിരുന്നു ആദ്യത്തെ ക്രൈസ്തവ സഭയിൽ നമുക്ക് പറയാം. അതിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഇന്ന് വ്യാപിക്കത്തക്കവണ്ണം ക്രൈസ്തവ സമൂഹം വളർന്നതെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇസ്രായേൽ ഈ ഭോഷത്വത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് നമുക്കറിയാം, പിന്നെ 38 വർഷം അവർ അലഞ്ഞു തിരിയേണ്ടി വരികയാണ്. 40 വർഷമാണ് മരുഭൂമി യാത്ര. 40 വർഷമാണ്. അവർ ദേശത്തെ ഒറ്റുനോക്കിയത് 40 ദിവസമാണ്. ആ 40 ദിവസം ഒറ്റുനോക്കിയിട്ടാണ് ഭൂരിപക്ഷം നമുക്കത് പ്രയാസമാണെന്ന് പറഞ്ഞു. ന്യൂനപക്ഷമായ 2 പേർ സാധിക്കുമെന്ന് പറഞ്ഞു. 2 വർഷം കൊണ്ട് കനാൻ ദേശത്തിൻ്റെ അതിര് വരെ അവരെത്തി. പിന്നെ അവർക്കവിടെ പ്രവേശിച്ചാൽ മതിയായിരുന്നു. പക്ഷേ യോശുവയുടെയും കാലേബിൻ്റെയും വാക്കുകളെ വിട്ടുകളഞ്ഞ് ഭൂരിപക്ഷത്തിൻ്റെ വാക്കുകളെ ഇസ്രായേൽ ജനം വിലമതിച്ചതുകൊണ്ട് പിന്നെ 38 വർഷം അവർ മരുഭൂമിയിലൂടെ അലയേണ്ടതായ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സാഹചര്യങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇനി ബൈബിളിലോട്ട് നമ്മൾ കാണും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ ആ വിശ്വാസത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞു, ദൈവം തൻ്റെ രഹസ്യങ്ങളെ ജ്ഞാനികൾക്കും വിവേകികൾക്കൊക്കെ മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്കാണ് ദൈവം തൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയതെന്നാണ്. കർത്താവ് നമുക്കറിയാം, പണ്ഡിതന്മാരെ ഒന്നുമല്ല നമ്മുടെ കർത്താവ് വിളിച്ചത് സമൂഹത്താൽ തള്ളപ്പെട്ട മുക്കുവരെയും ചുങ്കക്കാരെയും ഒക്കെയാണ് ശിഷ്യത്വത്തിലേക്ക് നമ്മുടെ കർത്താവ് വിളിച്ചതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് സമൂഹം തള്ളിക്കളഞ്ഞവരെയാണ് കർത്താവ് തൻ്റെ സഭ സ്ഥാപിക്കുവാൻ വിളിച്ചതും അവരെ ശക്തീകരിച്ചതും. എന്നാൽ ഗമാലിയലിൻ്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് അഭിമാനിച്ചിരുന്ന പൗലോസ്ലീഹായെ ദൈവത്തിനു വേണ്ടി മെരുക്കിയെടുക്കുവാൻ 3 വർഷത്തോളം മരുഭൂമിയിൽ താമസിപ്പിക്കേണ്ടി വന്നു. അറിവിൻ്റെ ആ വലിയ ജ്ഞാനത്തിൻ്റെ വലിയ തള്ളലിനേക്കാൾ ദൈവികമായ വെളിപ്പാടുകളാണ് വലുതെന്ന് മനസ്സിലാക്കുവാൻ 3 വർഷം പൗലോസിന് പിന്നെ അവിടെ താമസിക്കേണ്ട സാഹചര്യം വരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഭൂരിപക്ഷത്തെ അധികരിച്ച് പാപം ചെയ്യാതെ ന്യൂനപക്ഷമായി മാറി നിന്ന് ദൈവത്തിലും ദൈവികമായതിലും വിശ്വസിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്കിടയാവട്ടെ. അപ്പോഴാണ് പാലും തേനും ഒഴുകുന്ന സ്വർഗീയ കനാൻ്റെ അനുഭവത്തിലേക്ക് നമുക്കും പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് ഈ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഈ ഒരു സംഭവം നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.